നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ഇസ്രയേലിന്റെ നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരസിച്ചു എന്ന് റിപ്പോർട്ട്. പകരം ഇറാനുമായി ഒരു പുതിയ കരാർ പിന്തുടരാൻ ട്രംപ് തീരുമാനിച്ചതായാണ് റിപ്പോർട്ട്. 2024 മെയ് തുടക്കത്തിൽ തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള പദ്ധതികൾ ഇസ്രയേൽ തയ്യാറാക്കിയിരുന്നു എന്നാണ് ഇതുവരെ പറഞ്ഞിരുന്നത്. ആണവായുധം വികസിപ്പിക്കുന്നതിനുള്ള ഇറാന്റെ നടപടികൾ 1 വർഷമോ അതിൽ കൂടുതലോ വൈകിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇസ്രയേൽ ആക്രമണ പദ്ധതികൾ തയ്യാറാക്കിയിരുന്നത് എന്നും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. വ്യോമാക്രമണങ്ങളുടെയും കമാൻഡോ റെയ്ഡുകളുടെയും പശ്ചാത്തലത്തിൽ ജൂതരാഷ്ട്രമായ ഇസ്രയേൽ ഇറാനെതിരെ ഒരാഴ്ചയിൽ കൂടുതൽ നീണ്ടുനിൽക്കുന്ന വിപുലമായ ഒരു ബോംബിംഗ് ക്യാമ്പയിൻ തന്നെ നിർദ്ദേശിച്ചതായാണ് റിപ്പോർട്ട്. അമേരിക്ക ഇസ്രയേലിന്റെ പ്രവർത്തനത്തിന് പച്ചക്കൊടി കാട്ടുക മാത്രമല്ല, അതിനെ സജീവമായി പിന്തുണയ്ക്കുകയും ചെയ്യുമെന്ന് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ പ്രതീക്ഷിച്ചിരുന്നു. ഇതിനിടെ വൈറ്റ് ഹൌസിൽ ഭരണകൂടത്തിലെ ചില ഉന്നതരുമായ കൂടിക്കാഴ്ചയിൽ ട്രംപ് ഇറാനെ ആക്രമിക്കാനുള്ള ഇസ്രയേലിന്റെ പദ്ധതിക്ക് അനുമതി നൽകിയില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് JD വാൻസ്, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെയ്ത്ത്, ദേശീയ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബ്ബാർഡ് എന്നിവർ ഇറാനെതിരെയുള്ള ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ ഇറാനുമായി വിശാലമായ സംഘർഷത്തിന് കാരണമാകുമെന്ന് ആശങ്ക ഉന്നയിച്ച ഉന്നത ഭരണസമിതി അംഗങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതേസമയം ഏതൊരു എതിരാളിയെയും മറികടക്കാനും അവരുടെ പ്രവർത്തനങ്ങളെ ചെറുക്കാനും സൈനിക ആക്രമണങ്ങൾ നേരിട്ട് നടത്താനും ഇറാൻ തന്ത്രങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നും തുറന്നടിച്ചിരിക്കുകയാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ചീഫ് കമാൻഡർ മേജർ ജനറൽ ഹുസൈൻ സലാമി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടയിൽ ഇറാന്റെ സൈനിക കഴിവുകൾക്ക് മുന്നിൽ ഇസ്രയേൽ ഇപ്പോഴും ദുർബലമാണെന്നും ശത്രുവിനെ മറികടക്കാനുള്ള അറിവും സൂത്രവാക്യങ്ങളും ഞങ്ങൾക്കുണ്ട് എന്നതിൽ സംശയമൊന്നുമില്ലെന്നും സലാമി പറയുന്നത് ശ്രദ്ധേയമാണ്. കഴിഞ്ഞ വർഷം ഏപ്രിൽ, ഒക്ടോബർ മാസങ്ങളിൽ ഇറാനും ഇസ്രയേലും പരസ്പരം ആക്രമണം നടത്തിയിരുന്നു. ഇത് മധ്യേഷ്യൻ മേഖലയിലെ പ്രധാന എതിരാളികൾ തമ്മിലുള്ള ഏറ്റവും നാടകീയമായ സംഘർഷാവസ്ഥയെ അടയാളപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള 2015 ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയുള്ള കരാർ ട്രംപ് തന്റെ ആദ്യ ഭരണകാലത്ത് അവഗണിക്കുകയും ചെയ്തതാണ്. ഇറാൻ കരാർ രഹസ്യമായി ലംഘിച്ചുവെന്ന് ട്രംപ് ആരോപിച്ചു. തുടർന്ന് ഇറാനെതിരെ ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തി. എന്നാൽ കരാർ ഇറാൻ സ്വയം പിൻവലിച്ചുകൊണ്ടും യുറേനിയം സമ്പുഷ്ടീകരണം ത്വരിതപ്പെടുത്തിക്കൊണ്ടുമാണ് ഇറാൻ പ്രതികരിച്ചത്. ഇതേസമയം ഇറാൻ ഒരു സമവായ കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാനെ ബോംബിടുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ ട്രംപിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. ഇതിനിടെ അമേരിക്കയും ഇറാനും ശനിയാഴ്ച ഒമാനിൽ ആദ്യ റൗണ്ട് ചർച്ചകൾ നടത്തിയെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്. ഇറ്റലി, നെതർലാൻഡ്സ്, ഇറാഖ് എന്നിവിടങ്ങളിൽ നിന്നുള്ള മുൻ റിപ്പോർട്ടുകൾക്ക് വിരുദ്ധമായി ഒമാനിൽ വീണ്ടും ചർച്ചകൾ നടക്കുമെന്നും ആണവ പ്രശ്നത്തിലും ഉപരോധങ്ങൾ നീക്കുന്നതിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും മറ്റൊരു വിഷയത്തിലും അമേരിക്കൻ പക്ഷവുമായി ഒരു ചർച്ചയും നടത്തില്ല എന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി അറിയിച്ചു. ഇറാൻ വിസമ്മതിച്ചാൽ സൈനിക നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ആണവ ചർച്ചകൾ നടത്തണമെന്നാവശ്യപ്പെട്ട് ട്രംപ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമൈനിക്ക് ഒരു കത്തയച്ചതിന് ആഴ്ചകൾക്ക് ശേഷമാണ് ശനിയാഴ്ച ഏപ്രിൽ 12 ചർച്ചകൾ നടന്നത്. ഏപ്രിൽ 12 ശനിയാഴ്ച നടന്ന ചർച്ചകളെ സൃഷ്ടിപരം എന്ന് ഇറാനും US പ്രത്യേകം വിശേഷിപ്പിക്കുകയും ചെയ്തു. ചർച്ചകൾ പരോക്ഷമായി നടന്നതായും ഒമാന്റെ വിദേശകാര്യമന്ത്രി മധ്യസ്ഥനായി പ്രവർത്തിച്ചതായും ഇറാൻ പറയുന്നു. ചർച്ചകൾക്ക് ശേഷം മിസ്റ്റർ അരാക്ചിയും മിസ്റ്റർ വിറ്റ്കോഫും കുറച്ച് മിനിറ്റ് നേരിട്ട് സംസാരിച്ചതായി ടെഹ്റാൻ വിദേശകാര്യമന്ത്രി ബദർ അൽബുസൈദി പറയുന്നു. അടുത്തഘട്ട ചർച്ചകൾ ഏപ്രിൽ 19 ശനിയാഴ്ച റോമിൽ വെച്ച് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായുമാണ് റിപ്പോർട്ട്. ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും US മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഏപ്രിൽ 12 ശനിയാഴ്ച മസ്കറ്റിൽ ആദ്യ റൗണ്ട് ചർച്ചകൾ നടത്തിയിരുന്നു. 2015 കരാർ തകർന്നതിനു ശേഷം ഇറാൻ US ആണവ ചർച്ചകളുടെ ഏറ്റവും ഉയർന്ന തലമായിരുന്നു ഇപ്പോൾ നടന്ന ഈ ചർച്ച. 7 ദിവസത്തിനുള്ളിൽ വീണ്ടും റോമിൽ വെച്ച് കൂടിക്കാഴ്ച നടത്താനാണ് തീരുമാനം. ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കരുതെന്ന് ട്രംപ് നിർബന്ധിക്കുകയും ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടി സ്വീകരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരിക്കെ ചർച്ചകൾക്ക് മുമ്പ് മിഡിൽ ഈസ്റ്റ് സമുദ്രത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന രണ്ടാമത്തെ US വിമാനവാഹിനി കപ്പലായ USS കാൾ വിൻസൺ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിടാൻ തുടങ്ങിയിട്ടുണ്ട്.
ടെഹ്റാന്റെ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ആദ്യഘട്ട ചർച്ചകൾ കഴിഞ്ഞ വാരാന്ത്യത്തിൽ ഒമാനിൽ വെച്ചാണ് നടന്നത്. ഒരു കരാറിലെത്തിയില്ലെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തുമെന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത്. ആയുധ ഗ്രേഡ് നിലവാരത്തിലേക്ക് സമ്പുഷ്ടമാക്കിയ യുറേനിയത്തിന്റെ ശേഖരം ഉപയോഗിച്ച് ആണവായുധമുണ്ടാക്കാം എന്നാണ് ഇറാന്റെ നിലപാട്. എന്നാൽ ഇറാൻ ഒരു സമ്പന്ന മഹത്തായ രാഷ്ട്രമാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇവർ തീവ്രവാദികളായ ആളുകളാണ്. അവർക്ക് ഒരു ആണവായുധം കൈവശം വയ്ക്കാൻ കഴിയില്ല എന്നുമാണ് ട്രംപ് പറയുന്നത്. നിലവിൽ ഇറാൻ അണുവായുധം ഇല്ല. എന്നാൽ വൈകാതെ തന്നെ അവർ അത് സ്വന്തമാക്കും. അണുബോംബ് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം ഇറാൻ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണം സമാധാനപരമായി ഉപയോഗപ്പെടുത്താൻ ആഗോള സമൂഹം സമ്മർദ്ദം ചെലുത്തണമെന്നും ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി തലവൻ റാഫേൽ മരിയാനോ ഗ്രോസി പറയുന്നു. 2018 ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായിരുന്ന ആദ്യ കാലയളവിൽ ഇറാനെതിരെ വ്യാപകമായ സാമ്പത്തിക ഉപരോധങ്ങൾ അദ്ദേഹം വീണ്ടും ഏർപ്പെടുത്തിയിരുന്നു. ഒരു വർഷത്തേക്ക് കരാർ പാലിച്ച ഇറാൻ പക്ഷെ പിന്നീട് സ്വന്തം പ്രതിബദ്ധതകളിൽ നിന്ന് പിന്മാറാൻ തുടങ്ങുകയായിരുന്നു. ആണവായുധങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഇറാൻ നിരന്തരം നിഷേധിക്കുകയും ചെയ്തിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സമിതിയുടെ തലവൻ ഈ ആഴ്ച അവസാനം ഇറാൻ സന്ദർശിക്കുമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാൻ സ്വന്തം ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിന് അടുത്തെത്തിയെന്ന് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി തലവൻ റാഫേൽ മരിയാനോ ഗ്രോസി പറയുന്നു. നിലവിൽ ഇറാന് ആണവായുധമില്ല. എന്നാൽ വൈകാതെ അവരത് സ്വന്തമാക്കും. അണുബോംബ് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം ഇറാൻ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണം സമാധാനപരമായി ഉപയോഗപ്പെടുത്താൻ ആഗോള സമൂഹം സമ്മർദ്ദം ചെലുത്തണമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. അണുബോംബ് നിർമ്മിക്കുന്നതിനുള്ള കഷ്ണങ്ങളെല്ലാം ഇറാന്റെ കൈവശമുണ്ട്. ഒരു ദിവസം അവരതെല്ലാം കൂട്ടിച്ചേർക്കും. കഴിഞ്ഞ 4 വർഷത്തിൽ അണുബോംബ് നിർമ്മിക്കുന്നതിൽ വലിയ പുരോഗതി ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നും UN ഏജൻസി വ്യക്തമാക്കുന്നു. നേരത്തെ ഗ്രോസി ഇറാനിൽ സന്ദർശനം നടത്തിയിരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായും ഇറാൻ അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ മുഹമ്മദ് ഇസ്ലാമിയുമായും ഗ്രോസി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. നേരത്തെ ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നതിനെതിരെ US-ഉം രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇറാൻ അണുവായുധമുണ്ടാക്കുന്നതിന്റെ അടിത്തറ എത്തിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഇപ്പോൾ അമേരിക്കയും തിരിച്ചറിയുകയാണ്. മലയാളി വാർത്ത ഇൻസൈഡ്.